CPM ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാകുന്നുവെന്ന വിലയിരുത്തലിലാണ് പിണറായി അനുകൂലികളുള്ളത്. ഇതിനെ സംഘടനാ കരുത്തുപയോഗിച്ച് ചെറുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ചിലർ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നു എന്ന വിലയിരുത്തലുകളുമുണ്ട്. എന്നാൽ CPMന് തുടർഭരണം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യാഖ്യാനവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം KK ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമവും സജീവമാണ്. പിണറായി വിജയന്റെ നേതൃത്വം ഉണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച കിട്ടുമെന്നാണ് CPMലെ പിണറായി അനുകൂലികളുടെ നിലപാട്. എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായി ആണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയരുന്നത്. കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ വെളിപ്പെടുത്തിയിരുന്നു. അതും വ്യാപകമായി ചർച്ചയാവുകയുണ്ടായി. പാർട്ടിയിൽ വീണ്ടും വിഭാഗീയതയുണ്ടാകാനുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിനിരത്തലുകൾ വീണ്ടും ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരുന്നതായിരിക്കും. വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത്. ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം. അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ശക്തമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും എതിരെയുള്ള വികാരമെന്ന ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നിരുന്നു. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചതും വിലയിരുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ആ മൗനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു. കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും വിമർശനം ഉയർന്നിരുന്നു. മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചത്. മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ലെന്നും സർക്കാരിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ അത് കാരണമായെന്നും യോഗം വിലയിരുത്തിയതായി മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല. ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. 30 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 5 പേർ അഭിപ്രായം എഴുതി നൽകുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തെളിവാണ്. ഈ സാഹചര്യത്തെ ഗൗരവത്തോടെ തന്നെ കാണണം. ബിഷപ്പിനെതിരായ പരാമർശം പാർട്ടി തന്നെ ചർച്ചയാക്കുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നാണ് വിലയിരുത്തലുകൾ. കണ്ണൂരിലെ വിമർശനങ്ങൾ മറ്റു ജില്ലകളിൽ പല രീതിയിൽ പടരുന്നുണ്ട്. CPMൽ പിണറായി വിജയൻ പിടിമുറുക്കിയ ശേഷം ആദ്യമായാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്നതാണ് വസ്തുത. CPM സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിക്കെതിരെ കുറ്റപ്പെടുത്തലുകളുണ്ടായി. മൈക്കിനോട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് അരിശമാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നും തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റി വിമർശനം ഉന്നയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത്. 30,000-ഓളം ഇടതു വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നിരുന്നു. മന്ത്രിമാർക്ക് പാർട്ടി കത്തുകൊടുത്തിട്ട് പോലും തുടർ നടപടി ഉണ്ടാകുന്നില്ല. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശനം ഉന്നയിച്ചു. തോമസ് ഐസക്കിനെതിരെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ പ്രവർത്തിച്ചുവെന്നും തോൽവിയിൽ അന്വേഷണം വേണമെന്നും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് KK ശൈലജ എന്ന വികാരം ചർച്ചയാക്കാൻ പാർട്ടിക്ക് പുറത്തുള്ളവരും ശ്രമിക്കുന്നതായി കണ്ടത്.
കെ ശൈലജയെ വടകരയിൽ ജനം തോൽപ്പിച്ചത് മുഖ്യമന്ത്രിയാക്കാനാണെന്നാണ് പി ജയരാജന്റെ കണ്ടെത്തലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. പിണറായി വിജയനെ മാറ്റണമെന്നാണ് CPM-ലെ നേതാക്കൾ പരസ്യമായി പറയുന്നത്. മുഖ്യമന്ത്രിയാകാതിരിക്കാനാണോ ശൈലജയെ പിണറായി വടകര സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അവർ പറയട്ടെ. തിരഞ്ഞെടുപ്പിലെ വൻ പരാജയം CPM നേതാക്കളെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. എന്നാൽ അതേസമയം തിരഞ്ഞെടുപ്പ് വിമർശനത്തിന് സംഘടിത സ്വഭാവമുണ്ടെന്നാണ് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. ആക്ഷേപങ്ങൾക്ക് പാർട്ടിക്ക് അകത്തോ പുറത്തോ മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടെന്നാണ് നേതൃത്വത്തിലെ ധാരണ. നേതൃമാറ്റ ആവശ്യം തള്ളി MV ഗോവിന്ദൻ പാർട്ടിയുടെയും സർക്കാരിന്റെയും നെടുന്തൂണാണ് പിണറായി എന്ന് വിശേഷിപ്പിച്ചു. പാർട്ടി നയങ്ങൾക്കും സർക്കാരിന്റെ പ്രവർത്തന രീതിക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കും എതിരെ ആദ്യം പുറത്തും പിന്നീട് പാർട്ടി യോഗങ്ങളിലും വന്ന ചില വിമർശനങ്ങൾക്ക് ആസൂത്രിതവും സംഘടിതവുമായ സ്വഭാവമുണ്ടെന്നാണ് നേതൃത്വം കരുതുന്നത്. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പരസ്യ വിമർശനങ്ങൾക്ക് പിന്നാലെ പാർട്ടി യോഗങ്ങളിലും നേതാക്കൾ മുഖം നോക്കാതെ സംസാരിക്കാൻ തയ്യാറായിരുന്നു. സമീപകാലത്തൊന്നും നേതൃത്വത്തിനെതിരെ ഇത്ര വലിയ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടില്ല. എന്തായാലും അപ്രതീക്ഷിത കടന്നാക്രമണങ്ങളിൽ അമ്പരപ്പുണ്ടെങ്കിലും നിലവിട്ട മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടതില്ലെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആക്ഷേപങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി കാണുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന വിലയിരുത്തലാണുള്ളത്. വിമർശനങ്ങൾക്കും കേന്ദ്രീകൃത സ്വഭാവമുള്ളതിനാൽ പരമാവധി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. ശൈലിമാറ്റം ആവശ്യമില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെയും സർക്കാരിന്റെയും നെടുന്തൂണാണ് പിണറായി എന്നുകൂടി പറഞ്ഞാണ് MV ഗോവിന്ദൻ ഒരു അഭിമുഖത്തിൽ വിമർശകരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം CPM-ൽ തിരുത്തൽ വാദത്തിന് ശക്തിയേറുകയാണ്. ജില്ലാ നേതൃയോഗങ്ങൾക്കും മേഖലാ യോഗങ്ങൾക്കും ശേഷം സർക്കാർ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം നിശ്ചയിച്ച് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണം തീർക്കാനാണ് CPM ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തുയർന്ന അസാധാരണ ചർച്ചകളിൽ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടും ഏറെ നിർണായകമാണ്.